Your sorrow will turn into joy. After 8 years, she is walking. Look at her smiling. She is full of joy. My precious friend, എൻ്റെ വിലയേറിയ സ്നേഹിത, it's a great joy for me to welcome you to this program. ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. The Lord has already predestined what should happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് സർവശക്തനായ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. As a heavenly Father, He has planned everything for you. ഒരു സ്വർഗീയ പിതാവെന്ന നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകല പദ്ധതികളും ഒരുക്കിയിരിക്കുന്നു. That's why we have come to seek Him. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്നത്. He says, when you seek me, you will find me. ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന്. So we have come to seek Him with all our heart. ആകയാൽ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വന്നിരിക്കുന്നു. To pray to Him ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും and to ask Him, show me your will, O God. പിതാവേ, അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തേണമേ എന്ന് യാചിക്കുന്നതിനും Show me the plans that you have for me. പിതാവേ, എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതികൾ എനിക്ക് കാണിച്ചു തരണമേ. And the Bible says the Holy Spirit will lead us into all truth. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും നമ്മെ വഴി നടത്തുമെന്ന്. As we humble ourselves before Him and seek His will and do His will and live in this world for His will to be manifested through us, God reveals Himself through us as a great God. നമ്മൾ ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ദൈവഹിതം അന്വേഷിച്ച് ദൈവഹിതം ചെയ്യുമ്പോൾ, ഈ ലോകത്തിൽ നമ്മിലൂടെ ദൈവഹിതം വെളിപ്പെടുന്നതിനു വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, സർവശക്തനെന്ന നിലയിൽ ദൈവം നമ്മിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. He reveals Himself through us as a mighty God. ദൈവം സർവശക്തൻ, സർവവല്ലഭൻ എന്ന നിലയിൽ നമ്മിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. As a wonderful person, ഒരു അത്ഭുത മന്ത്രി എന്ന നിലയിൽ, as the Prince of Peace, സമാധാന പ്രഭു എന്ന പോലെ, as the Counselor, ഒരു ഉപദേഷ്ടാവ് എന്ന പോലെ He will appear in your life too. ദൈവം നിങ്ങളുടെ ജീവിതത്തിലും പ്രത്യക്ഷപ്പെടും. And you will be a blessing to millions of people. നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക്, അനേകായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ദൈവത്തിന്റെ മഹിമ അവർണ്ണനീയമാണ്. ഹൃദയം നുറുങ്ങി തന്നെ സമീപിക്കുന്നവർക്ക് ദൈവം കരുണയും കൃപയും അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളും അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിങ്കൽ സമർപ്പിക്കൂ. ദൈവം നിങ്ങളെയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതായിരിക്കും. നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബീന അലക്സ്. ഞാൻ ജീസസ് കോൾസിൻ്റെ ഒരു പാർട്ട്ണറാണ്. എൻ്റെ വീട് പള്ളുരുത്തിയിലാണ്. എൻ്റെ മോളുടെ വിവാഹത്തെക്കുറിച്ചുള്ളൊരു സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2016 ഫെബ്രുവരി മാസം 28 പെട്ടെന്ന് രാത്രിയിൽ പാരലൈസായി. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും 18 ദിവസം കോമയിലായിരുന്നു. ആ ഒരു അവസരത്തിലാണ് പെട്ടെന്ന് മോളുടെ വിവാഹ കാര്യം കടന്നു വന്നത്. ആ ഒരു അവസരത്തിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. കാരണം ഹസ്ബൻഡിന് വേണ്ടി 18 ലക്ഷം രൂപ ഞങ്ങൾ ചിലവഴിച്ചു. അതിനുശേഷം പെട്ടെന്നൊരു മാരേജ് പ്രപ്പോസൽ കടന്നു വന്നാൽ തന്നെ ഒന്നും ചെയ്യാൻ തന്നെ പണമില്ലാത്തൊരവസ്ഥ. എൻ്റെ മാത്രം ജോലിയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനവും നമ്മുടെ ഭവനത്തിലെ സ്വന്തം ആവശ്യങ്ങൾ പോലും സാധ്യമാക്കുവാൻ കഴിയാത്തവണ്ണം ഭാരപ്പെടുന്ന സമയത്താണ് ഈ വിവാഹാലോചന കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ ബ്രദറിൻലോ പറഞ്ഞു, ഞാൻ 7 lakh rupees തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാക്കിയെങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ ആ പൈസ ലഭിച്ചില്ല. പുള്ളിക്ക് ആ പൈസ ലഭിക്കാത്തതിനാൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, 1 വർഷത്തേക്ക് മാരേജ് മാറ്റി വയ്ക്കാം. പോസ്റ്റ്പോണ്ട് ചെയ്താൽ വീണ്ടും നമ്മൾ നീട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മാരേജ് മാറിപ്പോകും. നമ്മളിപ്പോൾ 1 വർഷത്തേക്കും കഴിഞ്ഞ് നിങ്ങൾക്ക് നടത്താൻ മതി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ പെണ്ണിനെ കിട്ടും. നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റത്തുമില്ല. ഞങ്ങളാകെ വളരെയേറെ ഭാരത്തിലായി. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയും
പെട്ടെന്ന് ഇനി ഇതുപോലെ നല്ലൊരു മാരേജ് കടന്നു വരുമോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം നല്ല ജോലിയാണ്, നല്ല ഗോഡ് ഫിയറിങ് ആയിട്ടുള്ള ചെറുക്കനാണ്, അതേപോലെ ചർച്ചുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും നല്ലൊരു ആലോചന ഇനി വരുമോ എന്ന് നമുക്ക് വളരെ ഒരു സംശയമുണ്ട്, വേദനയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അവസരത്തിൽ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു ജീസസ് കോൾസ് പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. ആ പ്രകാരം സിസ്റ്റർ പറഞ്ഞതിന് അനുസരിച്ച് ഞാനും ആ ഒരു വിശ്വാസത്തോടു കൂടി ലോകത്തിന് സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവ് ഒരു അത്ഭുതം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി ഞാൻ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത്, അങ്ങനെ സ്പോൺസർ ചെയ്ത പ്രോഗ്രാം 2018 നവംബർ മാസം 5-ാം തീയതിയിലേക്കാണ് സ്പോൺസർ ചെയ്തത്. അന്ന് എൻ്റെ മാരേജിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ അന്ന് തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങളും, ബർത്ത്ഡേക്കും പ്രാർത്ഥിക്കണം, മോളുടെ മാരേജിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഇതായിരുന്നു എൻ്റെ റിക്വസ്റ്റ്. Mrs. Beena Alex and Mr. Alex Peter from Kochi, they have supported this program. Mr. and Mrs. Alex, we are so grateful to both of you, and you are celebrating your wedding anniversary also today. Happy wedding anniversary, Mr. and Mrs. Alex. And your children Sharon is celebrating her birthday today. Happy birthday. May God bless all of you according to Psalms 150 verse 14. Father, bless Sharon with a very good life partner. അപ്പോൾ അങ്ങനെ ആ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. അതിൻ്റെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഇത് നടത്തി തരുമെന്നുള്ളൊരു ഉറപ്പ് ഹൃദയത്തിലേക്ക് കടന്നു വരിക. പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുമെന്നുള്ള ആ ഒരു ചിന്ത, അതായത് നെഗറ്റീവായിട്ടുള്ള എല്ലാ ആറ്റിറ്റ്യൂഡുകളും മാറി ആ നിമിഷം തൊട്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം തരിക. ഞാൻ നടത്തി തരുമ്പോൾ പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ, കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും ഒരിക്കലും നമ്മൾ പതറിപ്പോവോ പിന്നോട്ട് പോവോ ചെയ്യത്തില്ല, അല്ലേ? കാരണം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതാണ് ഞാൻ ആക്ച്വലി അനുഭവിച്ചത്. ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാൻ എന്താണെങ്കിലും ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കയ്യിൽ പൈസ ഒന്നും തന്നെ ഇല്ല. പക്ഷേ തക്ക സമയത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് സകല കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർണം വാങ്ങണം, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാങ്ങണം, അതേപോലെ റിലേറ്റീവ്സിന് വാങ്ങണം, അതിന് കല്യാണം കഴിഞ്ഞാണെങ്കിലും പെൺകുട്ടിക്ക് എല്ലാം കൊടുത്തു വിടണം, ഡ്രസ്സും എല്ലാ സാധനങ്ങളും, മണവാളിനുള്ള കാര്യങ്ങളും. ഇതെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ കർത്താവ് ഓരോ സമയങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് പൈസ തരുന്നെന്ന് പറയുന്ന പോലെ ഓരോ സമയത്തും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ, സ്വർണം മേടിക്കാനുള്ള സമയത്ത് അത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നു. അത് കഴിഞ്ഞ് ഓരോ ആവശ്യങ്ങൾക്കും കൃത്യമായിട്ട് തന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ തക്കവണ്ണം ഇടയത്. എപ്രകാരം സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ കാര്യത്തിൽ ഒന്നും കുറവില്ലെന്ന്, ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ തന്നെ സാധിക്കാത്തതിനപ്പുറമാണ്. കാരണം കടന്നു വന്നവരെല്ലാവരും പറഞ്ഞു ഏറ്റവും നല്ലൊരു കല്യാണമായിരുന്നു. ഒരു ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഡിവൈൻ പീസും ഒക്കെ ആ കല്യാണത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ ബിഷപ്പായിരുന്നു മോളുടെ കല്യാണം കഴിപ്പിച്ചത്, ജോർജ് തിരുമേനി കല്യാണം കഴിഞ്ഞ് ഫോണിൽ കൂടെ എന്നോട് വിളിച്ച് പറഞ്ഞത് തന്നെ, ബീനെ മോളെ, നിൻ്റെ ആ ഒരു വിശ്വാസത്തെ ദൈവം മാനിച്ച്, ദൈവത്തിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം ഞാൻ ഈ കല്യാണത്തിൽ അനുഭവിച്ചു എന്ന ബിഷപ്പ് എന്നോട് പറഞ്ഞത്. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം വിചാരിക്കുന്നത്. കാരണം മനുഷ്യർക്ക് ഒരു പ്ലാനും പദ്ധതികളും ഉണ്ടല്ലേ പലപ്പോഴും. ആൻഡ് പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പലപ്പോഴും ശരിയായി വരത്തില്ല. പക്ഷേ ദൈവം കണക്ക് കൂട്ടി ഒരു കാര്യം ചെയ്താൽ അതിന് ഊനമൊന്നും തന്നെ ഉണ്ടാകത്തില്ല, അല്ലേ? അത് ആൻറ്റി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ ഒരു മാരേജിൻ്റെ ആദിയോടന്തം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച സെലാൻറ്റിയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ജീസസ് കോൾസിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറ്റനേകരുണ്ട്, പ്രയർ വാരിയേഴ്സുണ്ട്. ദൈവം ചെയ്ത സകല മഹത്വത്തിനും നന്ദി അർപ്പിക്കാൻ എൻ്റെ ജീവനോ ജീവിതമോ ആയുസോ പോരാ. ഈ നിമിഷം വരെ കർത്താവ് ചെയ്തതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ സകല മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. ദൈവം ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. പ്രത്യേകിച്ച് ജീസസ് കോൾസ് മിനിസ്ട്രിയോടുള്ള നന്ദി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നൽകുകയാണ്.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ജന്മദിനം, ജോലിയിൽ നിന്നും വിരമിക്കുന്ന ദിവസം, കല്യാണ ദിവസം, ഗൃഹപ്രവേശന ദിവസം, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ദിനകരൻ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന നേടി നിങ്ങളുടെ ഫോട്ടോയോട് കൂടി ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുവൻ. ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അതുവഴി അനുഗ്രഹിക്കപ്പെടുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് 100% ഉറപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 9501272277. Why suffer? എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? If God loves us so much, ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കുമ്പോൾ why suffer? എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? Of course, തീർച്ചയായും pull us away from earthly dependence, ഭൗമികമായ ആശ്രയത്വത്തിൽ നിന്ന് നമ്മെ വലിച്ചകറ്റുന്നതിനെ, connect us only with Jesus. നമ്മെ യേശുവിനോട് മാത്രം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി, Only with Jesus. യേശുവിനോട് മാത്രം ബന്ധിപ്പിക്കുന്നതിനെ. But what does suffering produce? എന്നാൽ കഷ്ടങ്ങൾ നിമിത്തം എന്താണ് ഉണ്ടാകുന്നത്? If you read Matthew chapter 9 നിങ്ങൾ മത്തായി 9-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ and verse 36 and 37, 36, 37 എന്നീ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, when Jesus was in this world, യേശു ക്രിസ്തു ഈ ലോകത്തിൽ he ആയിരുന്നപ്പോൾ saw the multitudes that came to him. വൻ പുരുഷാരം തന്റെ അരികിലേക്ക് വരുന്നത് യേശു ക്രിസ്തു കണ്ടു. He was moved with compassion. അപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. In the year 1969, 1969 Jesus appeared to my father, brother Dinakaran, എന്റെ പിതാവ് സഹോദരൻ ദിനകരനെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. and said, "My son, യേശു പറഞ്ഞു, എന്റെ for മകനെ, nearly 14 to 15 years you've been standing in the street and preaching the gospel. ഏകദേശം 14-15 വർഷങ്ങളായി നീ തെരുവിൽ നിന്നുകൊണ്ട് എന്റെ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. Now I'm going to honor you. ഇപ്പോൾ ഞാൻ നിന്നെ മാനിക്കുവാൻ പോകുന്നു. I'm going to put you on the public platform ഞാൻ നിന്നെ പൊതുവേദികളിൽ നിർത്തുവാൻ പോകുകയാണ്. because I've found you faithful." കാരണം നിന്നെ വിശ്വസ്തനായി ഞാൻ കണ്ടിരിക്കുന്നു. 14 years in the streets, തെരുവിൽ നിന്നുകൊണ്ട് 14 വർഷം പ്രസംഗിച്ചു, wandering and wandering. അലഞ്ഞു തിരിഞ്ഞുകൊണ്ട്. So first he will make you wander and lose yourself. ആകയാൽ ആദ്യം ദൈവം നിങ്ങളെ അലഞ്ഞു തിരിയുമാറാക്കും. ഞാനെന്ന ഭാവം നിങ്ങളെ വിട്ടു പോകും. Then the new beginning will come. പിന്നീട് പുതിയ തുടക്കം ഉണ്ടാകും. But when the new beginning comes also, it's not going to be easy. എന്നാൽ പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ അത് അത്ര എളുപ്പമായിരിക്കില്ല. The Lord had to prepare him for the public platform. പൊതുവേദിക്ക് വേണ്ടി ദൈവത്തിന് അദ്ദേഹത്തെ ഒരുക്കണമായിരുന്നു. What happened? എന്താണ് സംഭവിച്ചത്? First his lungs failed. ആദ്യം അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങൾ പ്രവർത്തനരഹിതമായി. He got TB. അദ്ദേഹത്തിന് ക്ഷയരോഗം പിടിപെട്ടു. Those days അക്കാലത്ത് there were no treatment. ക്ഷയരോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. He was vomiting blood. അദ്ദേഹം രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. He was 34 years old. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സുണ്ടായിരുന്നു. I was quite young. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. And my sister was just then born. എന്റെ സഹോദരി അപ്പോഴാണ് ജനിച്ചിരുന്നത്. And he was almost dead. അദ്ദേഹം ഏറെക്കുറെ മരിക്കാറായിരുന്നു. He told my mother, "I'm going to die. അദ്ദേഹം എന്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുന്നു. I have lived a righteous life until now. ഞാൻ ഇതുവരെ നീതിയോടെ ജീവിച്ചു. God will take care of you." ദൈവം നിങ്ങൾക്കായി കരുതും. But my mother, who was not a great preacher at that time, എന്നാൽ ആ സമയത്ത് എന്റെ അമ്മ പ്രാസംഗികയായിരുന്നില്ല. she said, അമ്മ പറഞ്ഞു, "You will not die. നിങ്ങൾ മരിക്കുകയില്ല. You will not die." നിങ്ങൾ മരിക്കുകയില്ല. Thank God for our believing spouse. വിശ്വാസികളായ നമ്മുടെ ജീവിത പങ്കാളികൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. You have to honor your wife, honor your husband, because when you are dying, it is only their faith which will bring you out. നിങ്ങൾ മരിക്കാറാകുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുക. അതുകൊണ്ട് നമുക്കവരെ മാനിക്കാം. You are dependent on Jesus and your spouse. നിങ്ങൾ യേശുവിലും അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയിലും ആശ്രയിച്ചിരിക്കുന്നു. So every morning when you get up, ആകയാൽ എന്നും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ look at your husband and say, "This is the image of God." നിങ്ങളുടെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറയുവിൻ, ഇദ്ദേഹം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. Don't worry how your husband is. ഭർത്താവ് എങ്ങനെയായിരുന്നാലും അതോർത്ത് വിഷമിക്കേണ്ട. In faith say, "This is the image of God." വിശ്വാസത്തിൽ പറയുവിൻ, ഇത് ദൈവത്തിന്റെ സ്വരൂപമാണെന്ന്. What you confess, you will have. നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങൾക്ക് ഭവിക്കും. In faith, വിശ്വാസത്തിൽ. sister, say to your husband, "This is the image of God." സഹോദരി, നിങ്ങൾ ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറയുവിൻ, ഇദ്ദേഹം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. And husband, look at your wife and say, "This is the good
gift from God. ഭർത്താക്കന്മാരെ ഭാര്യമാരെ നോക്കിക്കൊണ്ട് പറയുവിൻ, ഇവൾ ദൈവം എനിക്ക് നൽകിയ നല്ല You will ദാനമാണ്. have the favor of God. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും. It's so important to honor your spouse. ജീവിത പങ്കാളിയെ മാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Honor God for your spouse. നിങ്ങളുടെ ജീവിത പങ്കാളിക്കായി ദൈവത്തിന് മഹത്വം കരേറ്റുവിൻ. My mother was not a preacher at all. എന്റെ അമ്മ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. This was 1969. അത് 1969 കഥയാണ്. Today she is a woman on fire. ഇന്ന് അഗ്നി തുല്യയായ ഒരു സ്ത്രീയാണ് എന്റെ അമ്മ. But that day എന്നാൽ അക്കാലത്ത് she said, you will not die. എന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. God has spoken that he will put you on the public platform. പൊതുവേദികളിൽ നിങ്ങളെ നിർത്തുമെന്ന് ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. And he will take you around the world to bring healing to the broken-hearted people. മനം തകർന്നവർക്ക് സൗഖ്യം പകരുവാൻ ലോകമെമ്പാടും ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. You will not die. നിങ്ങൾ മരിക്കില്ല. You will not die. നിങ്ങൾ മരിക്കില്ല. When she said that, അമ്മ അത് പറഞ്ഞപ്പോൾ just a little later, Jesus appeared to my father. അല്പം കഴിഞ്ഞ് എന്റെ പിതാവിനെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. 1 Corinthians 7:14 says, 1 കൊരിന്ത്യർ 7:14 പറയുന്നു, an unbelieving wife is sanctified by the believing husband. ഒരു അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നു. An unbelieving husband is sanctified by the believing wife. ഒരു അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നു. My father could not believe എന്റെ പിതാവിന് അത് വിശ്വസിക്കാനായില്ല. because he was dying. കാരണം അദ്ദേഹം മരിക്കാറായിരുന്നു. God's faith came through my mother and resurrected him. എന്നാൽ എന്റെ അമ്മയിലൂടെ ദൈവത്തിന്റെ വിശ്വാസം കടന്നു വന്നു. ആ വിശ്വാസം എന്റെ പിതാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And when faith came into his heart, വിശ്വാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ through my mother's faith, എന്റെ അമ്മയുടെ വിശ്വാസം മുഖാന്തരം Jesus appeared. യേശു പ്രത്യക്ഷപ്പെട്ടു. Jesus appeared. യേശു പ്രത്യക്ഷപ്പെട്ടു. Jesus doesn't directly fight the devil on your behalf. യേശു നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പിശാചിനോട് പോരാടുകയില്ല. He builds the faith in your heart യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം പടുത്തുയർത്തും. through the word of God, ദൈവത്തിന്റെ വചനം മുഖാന്തരം, through the Holy Spirit, പരിശുദ്ധാത്മാവ് മുഖാന്തരം, and through the faith of your spouse. കൂടാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വിശ്വാസം മുഖാന്തരം God's resurrection will come to you. ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തി നിങ്ങളുടെ മേൽ വരും. God's resurrection will come to your ministry. ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തി നിങ്ങളുടെ ശുശ്രൂഷയിൽ വരും. God will perfect everything for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. And it will bring Jesus to you. യേശുവിനെ നിങ്ങളുടെ അരികിൽ കൊണ്ടുവരും. And Jesus came. യേശു ക്രിസ്തു വന്നു. He said, my son, യേശു പറഞ്ഞു, എന്റെ മകനെ, I am also crying with you. ഞാനും നിന്നോടൊപ്പം കരയുകയാണ്. I am also crying with you. ഞാനും നിന്നോടുകൂടെ കരയുകയാണ്. But this is the way. എന്നാൽ ഇതാകുന്നു വഴി. Unless you go through this agony and suffering, you cannot pray with compassion for the people who come to listen to you and come to receive your prayers. നീ ഈ കഠിന വ്യതയിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയില്ലെങ്കിൽ നിന്റെ അരികിലേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്ന ജനങ്ങൾക്ക് വേണ്ടി മനസ്സലിവോടെ പ്രാർത്ഥിക്കുവാൻ നിനക്കൊരിക്കലും കഴിയുകയില്ല. If I had put you on the platform ഞാൻ നിന്നെ പൊതുവേദികളിൽ നിർത്തുകയാണെങ്കിൽ, directly, നേരിട്ട് when people who are sick would come to you, രോഗികളായ ജനങ്ങൾ നിന്റെ അരികിൽ വരുമ്പോൾ you would say, you are a sinner, that's why you are sick. നീ പറയും, നീ ഒരു പാപിയാണ്, അതുകൊണ്ടാണ് നീ രോഗിയായി തീർന്നത്. There is a generation curse, that's why you are sick. തലമുറയായി ഒരു ശാപം നിന്റെ മേലുണ്ട്, അതുകൊണ്ടാണ് നീ രോഗിയായി Oh, തീർന്നത്. your mother-in-law did witchcraft, that's why you are sick. നിന്റെ അമ്മാവിയമ്മ നിനക്കെതിരായി ആഭിചാരം ചെയ്തു, അതുകൊണ്ടാണ് നീ രോഗിയായി തീർന്നത്. You will give 1,000 reasons. നീ 1000 കാരണങ്ങൾ പറയും. But now, my son Dinakaran, എന്നാൽ ഇപ്പോൾ എന്റെ മകനെ ദിനകര, when I raise you up, ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ, when the sick and the suffering come to you, രോഗികളും കഷ്ടപ്പെടുന്നവരും നിന്റെ അരികിലേക്ക് വരുമ്പോൾ, you will not condemn them, നീ അവരെ കുറ്റം വിധിക്കുകയില്ല. but you will cry for them. എന്നാൽ നീ അവരോടൊപ്പം കരയും. Because you have been there yourself. കാരണം നീ തന്നെ ആ അവസ്ഥയിൽ ആയിരുന്നുവല്ലോ. You have suffered yourself. നീ തന്നെ കഷ്ടം സഹിച്ചുവല്ലോ. It is only now I can bring healing to millions through your tears. ആകയാൽ ഇപ്പോഴേ നിന്റെ കണ്ണുനീരിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സൗഖ്യം പകരുവാൻ എനിക്ക് കഴിയൂ. I never forsake anybody because I, Jesus, have gone through the cross and suffered for everybody. യേശുവായ ഞാൻ ക്രൂശ് മരണത്തിലൂടെ കടന്നുപോയതുകൊണ്ട്, എല്ലാവർക്കു വേണ്ടിയും കഷ്ടം സഹിച്ചതുകൊണ്ട് ഞാൻ ഒരാളെയും ഒരിക്കലും കൈവിടില്ല.
I could have been God with all the power in heaven. സ്വർഗത്തിൽ സകല അധികാരത്തോടും കൂടി ദൈവമായി ഇരിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. But I would never understand the suffering of എന്നാൽ the ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കില്ല. That's why I came in the flesh. അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടത്. Suffered for everyone. എല്ലാവർക്കു വേണ്ടിയും കഷ്ടം സഹിച്ചത്. I know the suffering of every man. എല്ലാ പുരുഷന്മാരുടെയും കഷ്ടപ്പാടുകൾ എനിക്കറിയാം. Every woman. എല്ലാ സ്ത്രീകളുടെയും. I tasted death for every person. ഞാൻ എല്ലാവർക്കു വേണ്ടിയും മരണം ആസ്വദിച്ചു. Now when the people cry, ഇപ്പോൾ ജനങ്ങൾ നിലവിളിക്കുമ്പോൾ I don't condemn them. ഞാൻ അവരെ കുറ്റം വിധിക്കുകയില്ല. I want everyone to be saved. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. When they call my name, അവർ എന്റെ നാമം വിളിച്ച് I അപേക്ഷിക്കുമ്പോൾ don't give reasons. ഞാൻ കാരണങ്ങൾ പറയുകയില്ല. I come to them ഞാൻ അവരുടെ അരികിൽ ചെല്ലും. and I do what they want. അവർക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. I answer them. ഞാൻ അവർക്ക് ഉത്തരമരുളുന്നു. I deliver them ഞാൻ അവരെ വിടുവിക്കുന്നു. and I honor them. ഞാൻ അവരെ മാനിക്കുന്നു. I'm giving you the same heart of compassion, my son Dinakar. എന്റെ മകനെ, അതേ മനസ്സലിവിന്റെ ഹൃദയം ഞാൻ നിനക്ക് നൽകുന്നു. When the compassion flows out of you, നിന്നിലൂടെ മനസ്സലിവ് ഒഴുകി വരുമ്പോൾ as multitudes came to me, millions will come to you. വൻ പുരുഷാരം എന്റെ അടുക്കൽ വന്നതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നിന്റെ അടുക്കൽ വരും. And anything that you ask for the people, you will have. ജനങ്ങൾക്ക് വേണ്ടി നീ എന്ത് യാചിച്ചാലും അത് നിനക്ക് ലഭിക്കും. That's the covenant God made with him in 1969. 1969 ആ ഉടമ്പടിയിലാണ് ദൈവം അദ്ദേഹവുമായി ഏർപ്പെട്ടത്. 50 years have passed by. 50 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. That covenant still stands. ആ ഉടമ്പടി ഇന്നും നിലനിൽക്കുന്നു. God answers the tears of the people when they call us for prayer. ജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ജനങ്ങൾക്ക് ഉത്തരം അരുളുന്നു. Are you suffering? നിങ്ങൾ കഷ്ടപ്പെടുകയാണോ? Are you lonely? നിങ്ങൾ ഏകാന്തതയിലാണോ? Don't think it is your sin which has brought your suffering. പാപം നിമിത്തമാണ് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാട് ഉണ്ടായതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. You are suffering for the sake of Christ and the millions of broken-hearted people. നിങ്ങൾ ക്രിസ്തു നിമിത്തവും ലക്ഷക്കണക്കിന് മനം തകർന്നവർ നിമിത്തവുമാണ് കഷ്ടപ്പെടുന്നത്. God will compensate. ദൈവം നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും. You are not suffering in vain. നിങ്ങൾ വെറുതെയല്ല കഷ്ടപ്പെടുന്നത്. You are carrying the marks of Christ in your body. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ചൂടടയാളങ്ങൾ ധരിച്ചിരിക്കുന്നു. God will compensate. ദൈവം നിങ്ങൾക്ക് പകരം നൽകും. God will compensate. ദൈവം നിങ്ങൾക്ക് പകരം From നൽകും. today you will see miracles. ഇന്നു മുതൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങും. Shall we pray right now? നമുക്കിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. Loving Heavenly Father, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, man looks at the face, മനുഷ്യർ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു. but you are looking deep down into the heart of your children. എന്നാൽ അങ്ങ് അങ്ങയുടെ മക്കളുടെ ഹൃദയാന്തർ ഭാഗത്തേക്ക് നോക്കുന്നു. Please restore all the joy that they have lost, Master, പിതാവേ, നഷ്ടപ്പെട്ട സകല സന്തോഷവും അവർക്കങ്ങ് തിരികെ നൽകണമേ. as they are humbling themselves before you. അവർ അങ്ങേക്ക് മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ Reach out to them, Lord. കർത്താവെ, അവരുടെ അരികിൽ എത്തിച്ചേരണമേ. Embrace them, Lord. അവരെ ആലിംഗനം ചെയ്യണമേ. Kiss them. അവരെ ഉമ്മ വയ്ക്കണമേ. Remove every burden from their heart, അവരുടെ ഹൃദയത്തിൽ നിന്ന് സകല ഭാരങ്ങളും എടുത്തു മാറ്റണമേ. every hurt, സകല വേദനകളും, every criticism from the wicked people, ദുഷ്ട മനുഷ്യരിൽ നിന്നുള്ള സകല വിമർശനങ്ങളും എടുത്തു മാറ്റണമേ. every condemnation in their own spirit. സ്വന്തം ആത്മാവിലുള്ള സകല കുറ്റാരോപണങ്ങളും എടുത്തു മാറ്റണമേ. Lord, take it all away. കർത്താവെ, അവയെല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ. Let your peace fill their hearts. അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയട്ടെ. Give them thy Holy Spirit without measure. അവർക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നൽകണമേ. Now empower them, Lord, ഇപ്പോൾ അവരെ അങ്ങ് ശാക്തീകരിക്കണമേ. as they have humbled themselves before you. അവർ തങ്ങളെ തന്നെ അങ്ങയുടെ മുൻപാകെ താഴ്ത്തുമ്പോൾ, Thank you, Jesus. യേശുവേ, അങ്ങേക്ക് നന്ദി. Chitrakala. ചിത്രകല, God gave you many writing talents. പുസ്തകങ്ങൾ രചിക്കുന്നതിനുള്ള നിരവധി താലന്തുകൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. But today you are full of hurt and disappointment. എന്നാൽ ഇന്ന് നിങ്ങൾ നിരാശയാലും വേദനയാലും നിറഞ്ഞിരിക്കുന്നു. Jesus calls you. യേശു നിങ്ങളെ വിളിക്കുന്നു. He embraces you, യേശു നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു. anoints you. യേശു നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. Yes, come to Jesus now അതെ, ഇപ്പോൾ യേശുവിന്റെ അരികിൽ വരുവിൻ. and follow him. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവിൻ. Lakhs of people are waiting to be blessed through you.
ലക്ഷക്കണക്കിന് ജനങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കാത്തിരിക്കുകയാണ്. Robin, റോബിൻ, you always looked at the affairs of the other people. നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. But now God is looking into your affairs, your heart. എന്നാൽ ഇപ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണ്. Let the blessings of God come upon your endeavors. നിങ്ങളുടെ സകല സംരംഭങ്ങളിലും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ. Prosper from now on. ഈ നിമിഷം മുതൽ സമൃദ്ധി പ്രാപിക്കുവിൻ. And every effort that you take in your profession will prosper and you will bring Jesus to many people. നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ എടുക്കുന്ന സകല പ്രയത്നങ്ങളും അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾ അനേകരിലേക്ക് യേശുവിനെ കൊണ്ടുചെല്ലും. Lata, God touches you. ലത, ദൈവം നിങ്ങളെ തൊടുന്നു. Your back pain is being healed by the power of God. ദൈവത്തിന്റെ അതുല്യ ശക്തിയാൽ നിങ്ങളുടെ മുതുകുവേദന സൗഖ്യം പ്രാപിക്കുന്നു. Restore all the joy in our family life, Lord. പിതാവേ, കുടുംബ ജീവിതത്തിൽ സകല സന്തോഷവും മകൾക്കങ്ങ് തിരികെ നൽകണം. Bless everyone who is watching പിതാവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. and provide everything that they need, Lord. അവർക്ക് ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും നൽകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Dear viewers, Jesus Calls website has been completely restructured to bring you countless blessings. If you go to the internet and log on to www.jesuscalls.org, you will find the Dinaquins presenting you with today's promise and today's prayer to bring God's blessing for the day. Also, you will find powerful prayers offered for every need of yours by Dr. Paul Dinaquin, which are packed with God's promises to bring them to pass in your life. Along with these, Dr. Paul Dinaquin has also compiled and presented promise verses from the Bible for specific needs which will ignite your faith to claim the blessings God has for you. You can also find all the songs sung by Dr. D.G.S. Dinaquin in the website. In addition, ways to join the different facets which have brought blessing to millions, such as the Family Blessing Plan, Young Partners Plan, Television Club Partners Plan, and Business Blessing Plan are made easily accessible in the website. Dear viewers, no matter where you are in the world, you can receive the blessings right where you are through the website www.jesuscalls.org. Also, do share these privileges available in the Jesus Calls website with your dear family and friends and receive God's blessings.